പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനേക ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബൈബിൾ സ്റ്റഡിയുമായിട്ട് സഭയുടെ മുൻപാകെ വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിങ്ങിന് ലീഡ് ചെയ്യുന്ന ഐസക് അങ്കിൾ, അതുപോലെ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും, കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഓർത്ത് യേശുക്രിസ്തുവിനെ വന്ദനം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പഠിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനൊരു കൃപ നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. പാസ്റ്റർ ഗൾഫിൽ പോയതുമായി ബന്ധപ്പെടുത്തി ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റർ തിരിച്ചു വരുമ്പം പാസ്റ്റർ എടുത്ത ആ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ നമ്മുടെ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതും പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആസ്പെക്റ്റിൽ നിന്ന് അത് നമുക്ക് ആവശ്യമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ യേശു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിച്ച ചില പോർഷൻസാണ് ഗിരിപ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് അധികമായി മനസ്സിലാകുകയും നമ്മുടെ പ്രാക്ടിക്കൽ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ആ ഗിരിപ്രഭാഷണങ്ങളിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 5-ാം അധ്യായത്തിൽ ആദ്യത്തെ ആ 9 വരെ ഉള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ആ സീക്വൻസ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണത് ആക്ട് ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് വചനം എടുക്കാൻ വേണ്ടി ദൈവം അടിയനോട് ഇങ്ങനെ ആത്മീയമായ പ്രകാശനം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വചനം ആദ്യത്തെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലയിൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമായും സ്പെസിഫിക്കലി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് വരുമ്പോൾ സാധാരണ ഇതിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ഫീലിംഗ് തോന്നാം. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കുറവ്. ഇപ്പം ദരിദ്രനാണെന്ന് പൊതുവെ പറയുമ്പോൾ സമ്പത്ത് കുറവ് എന്നുള്ള ഒരു ഫീലിംഗ് വരാം. ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ദാരിദ്ര്യമാണെന്നുള്ള ഫീലിംഗും വരാം. നമ്മൾ ആ ഒരു ആസ്പെക്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ പോയി നോക്കിയാൽ നമുക്ക് ആ ഒരു എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാവും. ഇവിടെ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്, ഇവരെന്ന് പറഞ്ഞാൽ അതായത് പുവർ ആസ് എ ബെഗർ, അല്ലെങ്കിൽ ഒരു യാചിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന വ്യക്തികൾ എന്നാണ് യഥാർത്ഥമായി അവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ആത്മാവിന് വേണ്ടി ആത്മാവിനെ യാചിക്കുന്ന വ്യക്തി, അതായത് അത് ബെഗിങ്, ഒരു ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമായ ഒരു അവസ്ഥയാണ് ബെഗ് ചെയ്യുക. അപ്പോ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ആത്മാവിന്റെ അത്രയും, അതായത് ബെഗ് ചെയ്ത് ആത്മാവിനെ കൂടുതൽ റിസീവ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.
അപ്പോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് യേശു ഈ ആത്മാവിന്റെ കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഈ ഗിരിപ്രഭാഷണങ്ങളിൽ ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ അങ്ങനെ ബെഗ് ചെയ്യുന്നവർക്കാണ് സ്വർഗരാജ്യം ഉള്ളതെന്നും കൂടെ അവിടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു ആശയത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ യേശു പഠിപ്പിക്കുന്നതിന് എന്തോ അതിന് വലിയൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ യേശു അങ്ങനെ ഒരു അല്ലെങ്കിൽ തെറ്റായ ഒരു രീതി പഠിപ്പിക്കത്തില്ല. ബൈബിളിൽ അങ്ങനെ തെറ്റായ ഒരു കാര്യം വന്ന് ഭവിക്കത്തുമില്ല. അപ്പൊ നമ്മൾ ഇത് കൂടുതൽ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ളത്. ഇനി ഈ ഗിരിപ്രഭാഷണങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം യേശു പറഞ്ഞ ഒരു വളരെ പ്രശസ്തമായ, നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്, ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധി ഇല്ലാത്ത മനുഷ്യനും. അത് നമ്മൾ ആ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ, 24-ാം വാക്യം വായിക്കുമ്പോൾ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ യേശു തന്നെ ഈ ഉപമ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇത്രേ ഉള്ളൂ: ഒരാള് പാറമേൽ പണിത അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യനോട് ഉപമിക്കുന്നത് ആരെയാണ്? ഈ യേശു ഈ 5, 6, 7 അധ്യായങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ, അതായത് 5, 6, 7 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ, അവൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവൻ, അതായത് അടിസ്ഥാനമുള്ള, അവൻ വളരെ പ്രതികൂലം അടിച്ചാലും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നാലും പതറാത്ത ആ ഒരു വ്യക്തിയാണ് എന്നാണ് യേശു അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് സാധാരണ പെട്ടെന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അത് സാത്താൻ്റെ ഒരു ട്രിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ പറയും യേശുവിൽ അടിസ്ഥാനമിട്ട ഒരു സംഭവം. ഇതിനകത്ത് യേശു തന്നെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങളെ കേട്ടനുസരിക്കുന്നതിനൊക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് അത് മാത്രമല്ല, അത് കൺഫേം ചെയ്ത് അടുത്തതിലും കൂടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ അടുത്ത വാക്യത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് 26-ാം വാക്യത്തിലും ഇത് തന്നെ എഴുതിയിട്ടുണ്ട്: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. അപ്പോ ഒരാള് വചനം കേട്ട് അത് ചെയ്യുന്നു, മറ്റേ ആളും വചനം കേൾക്കുന്നു പക്ഷെ അത് ചെയ്യുന്നില്ല. അപ്പൊ ബുദ്ധിയുള്ളതും ബുദ്ധി ഇല്ലാത്തതുമായ ആ 2 വ്യക്തി ജീവിതങ്ങളെ യേശു ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് തിരിക്കുന്നത്. 2 പേരും വചനം കേൾക്കുന്നുണ്ട്, ഒരാൾ കേട്ട വചനം ചെയ്യുന്നു, ഒരാൾ കേട്ട വചനം മനസ്സിലാക്കുന്നു പക്ഷെ ചെയ്യുന്നില്ല. അപ്പോ ആ പറഞ്ഞ, അതായത് ഇത്രയും 5, 6, 7 അധ്യായങ്ങളിൽ മൊത്തം പഠിപ്പിച്ചതിന് ശേഷം യേശു പറഞ്ഞ, അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മൊത്തം ചെയ്യാനുള്ളതാണ്, ചെയ്താല് യെസ്, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു പണിയായിരിക്കും, നിങ്ങൾ വീഴില്ല. ഇനി ഇത് മൊത്തം കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ ഈ വൻമഴ വരുമ്പോൾ, നദികൾ പൊങ്ങുമ്പോൾ നിങ്ങൾ അത് തകർന്നു പോകുന്ന പണിയായിരിക്കും എന്നാണ് നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ അവസാന ഉപമ പറഞ്ഞത്. ആ എല്ലാം പറഞ്ഞതിന്, അല്ലെങ്കിൽ അത്രയും 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ആത്മാവിലെ ദരിദ്രം എന്ന് പറഞ്ഞാൽ പൂവർ ആസ് എ ബെഗർ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റാണ് യാചിക്കുന്ന അവസ്ഥ. അപ്പൊ അത്ര ആ രീതിയിൽ ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം, അല്ലെങ്കിൽ അത്രയും ദൈവത്തോട് യാചിക്കേണ്ട ഒരു സാധനമാണ് ആത്മാവ് എന്നുള്ള കാര്യമാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അതെന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയാൻ കാരണം? ഈ ആത്മാവ് നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവിനെ കിട്ടൂലേ? ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിച്ചിട്ടല്ലേ ആത്മാവ് നമ്മൾക്ക് ഈ രക്ഷയിൽ തന്നെ വന്നത്. ഇനിയും നമുക്ക് ആത്മാവിന്റെ പല അവസ്ഥയുണ്ട്, പല ആത്മാവിന്റെ വരങ്ങളുണ്ട്, ബലങ്ങളുണ്ട്, ആത്മാവിന്റെ അളവുണ്ട്,
ഇനി അളവ് കൂടാതെയും ആത്മാവിനെ കൊടുക്കും. മോശയുടെ ആത്മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറെ 70 പേർക്ക് കൊടുത്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ട്. അങ്ങനൊക്കെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ഈ ഇത്രയും ആത്മാവിനെ ഇങ്ങനെ ബെഗ് ചെയ്ത് എടുക്കണമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കാൻ കാരണം? അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, അതും ഫസ്റ്റ് ഏറ്റവും ആദ്യം തന്നെ അത് പറയണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് നോക്കുന്നതിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 16-17 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാഞ്ഞാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് എന്നാൽ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, എങ്ങനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന, അപ്പൊ ഇനിയും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമേ. ഈ ആത്മാവ് നമ്മളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതാ, എപ്പോഴും വസിക്കേണ്ടതാ. ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഓ ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ദൈവത്തെ അറിയുന്നത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ അത് ആക്ച്വലി നമുക്ക് നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. നമ്മൾ ആത്മാവിൻ്റെ അവസ്ഥയിൽ, ആത്മാവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ അറിയ പോലുള്ളൂ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവിന്റെ ഈ അക്സസബിലിറ്റി നമ്മളിൽ ഉണ്ട് എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളും ലോക ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിന് ഇത് കിട്ടത്തില്ല. ഇത് കാരണം പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി യേശുവിനെ അക്സെപ്റ്റ് ചെയ്ത, യേശുവിനെ യഥാർത്ഥമായി വിളിച്ച, അത് ദൈവത്തിന്റെ പദ്ധതിയിൽ പെടുന്ന, ദൈവത്തിന്റെ കോളിംഗ് ഉള്ള വ്യക്തി, ആ ദൈവത്തിന്റെ കോളിംഗും പ്രകാരം അവന് ദൈവം ഉദ്ദേശിച്ച തക്ക സമയത്ത് ദൈവത്തിന്റെ ആ നിർമ്മല സുവിശേഷം കേട്ട് അവൻ ആ ദൈവത്തെ എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാന്ന് അംഗീകരിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ മാത്രം ദൈവം അലോ ചെയ്ത് തുടങ്ങുന്ന ഒരു സാധനമാണ് പരിശുദ്ധാത്മാവ്. ഇത് ഒരിക്കലും അതായത് ദൈവവിളി ഇല്ലാതെ ദൈവത്തിന്റെ പ്രത്യേകമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ കേസിന് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ലോകത്തിന് അത് അനുഭവിക്കാനോ അത് കിട്ടാനോ ഒന്നും ഒരു ചാൻസും ഇല്ല. അത് ലോകവും നമ്മളും തമ്മിൽ മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം തന്നെ ഈ ആത്മാവിന്റെ ആത്മാവിന്റെ ആ ഒരു കാര്യമാണ് നമ്മളും ലോകവുമായിട്ട് നമ്മൾ തിരിക്കുന്നത്. അപ്പൊ നമുക്കപ്പോൾ ആത്മാവിനെ അത്ര വേണം. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മളിത് ആദ്യം മുതൽ എടുക്കണം. അപ്പൊ യേശു പറഞ്ഞതാണ് ആത്മാവിനെ ബെഗ് ചെയ്ത് അധിക പങ്ക് നമ്മൾ ചോദിച്ച് മേടിക്കണം. അതിനകത്ത് എന്തോ കാര്യമുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വലിയൊരു അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കുന്നു, ഇത് നമ്മളോട് എപ്പോഴും ഇരിക്കണം. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവമായിട്ട് എന്തെങ്കിലും ഇടപാടുള്ളൂ. ഇനി ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പോലും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം അത് നമ്മളോട് എപ്പോഴും ഇരിക്കാനും നമ്മുടെ എല്ലാ കാര്യം നടത്താനും ഈ ആത്മാവ് എന്നുള്ള ഈ ഒരു സംവിധാനമാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിൽ കൂടെ മാത്രം, അത് നമ്മളും മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള മെയിൻ ആൻഡ് ഡിഫറൻസ് തന്നെ ഈ ഒരു കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് അവിടെ ഇങ്ങനെ കാണുന്നു. അതുപോലെ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലും
പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആദ്യം കണ്ടു ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാനുള്ളതാ. ഇനി അത് കഴിഞ്ഞ ശേഷം വീണ്ടും യേശു കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിന് സകല കാര്യങ്ങളിലും ഉപദേശം തരാൻ പറ്റും. ആ വാക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇവിടെ എഴുതിയേക്കുന്ന സകലത്തിലും, അതായത് നമ്മുടെ ആത്മീയ, ഭൗതികമായ, ഈവൻ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഈവൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു പിടിത്തം കിട്ടാതെ വരുമ്പോൾ ദൈവമേ ഇതിനകത്തൊരു മാർഗം കാണിച്ചു തരണമേ എന്ന് പറയുമ്പോൾ പ്രകാശനം നൽകുന്ന, അല്ലെങ്കിൽ നമ്മളോട് സംവേദിക്കുന്ന, ഇതാകുന്ന വഴി ഇതിലേ നടന്നുകൊള്ളുക എന്ന് കേൾപ്പിക്കുന്ന ഒരു ദൈവം എനിക്ക് ഒത്തിരി പ്രാവശ്യം അനുഭവമുണ്ട്. ടെക്നോളജി ഫീൽഡായിട്ട്, ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, ടെക്നോളജി അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കും, ഈ ആത്മാവ് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാനുള്ളതാണ്. അത് മാത്രമല്ല, സകല കാര്യത്തിനും ശരിക്കും ഒരു അഭിപ്രായം പറയാൻ, ശരിക്കും ഒരു ഗൈഡായിട്ട് സകലത്തിനും അതെടുക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ബൈബിൾ പരമായോ ചർച്ച സംബന്ധമായോ അതുപോലത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ല, സകല കാര്യങ്ങളും എഴുതിയേക്കണേ. അപ്പൊ നമ്മുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക, കുടുംബപരമായ, സാമൂഹ്യപരമായ ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്തോളം എല്ലാ കാര്യത്തിനകത്തും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഈ ആത്മാവ് കേപ്പബിളാ. ഹല്ലേലൂയ. അപ്പോ ആ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ അത് ഏറ്റെടുക്കും. അപ്പൊ യേശു എന്തോ വളരെ സീരിയസ് ആയിട്ട് ആത്മാവിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് മേടിച്ചെടുക്കണം, ആത്മാവിനെ ബെഗ് ചെയ്ത് പിതാവിനോട് യഥാർത്ഥമായി ബെഗ് ചെയ്ത് മേടിക്കാൻ പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരം, ഒന്നാമത് ഇത് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കണം. അത് മുഴുവൻ സമയം നമ്മളിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്തായിരിക്കണം, അതിനകത്ത് ആ ഒരു രീതിയിലേ പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ പറഞ്ഞ ആത്മാവ്, ഹല്ലേലൂയ, എല്ലാ കാര്യത്തിലും നമ്മളെ വഴി നടത്താൻ, നമ്മളെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ അത് പ്രാപ്തമാണ്. അതാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതി. ഹല്ലേലൂയ. ഇനി അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പല അവസ്ഥയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം, ഒരിക്കലും ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമുക്ക് 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് വളരെ വലിയ അത്ഭുതമല്ല യേശു പ്രവർത്തിച്ചത്. അതായത് വെറും 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും എങ്ങനെയാണ് 5000 പേരെ പോഷിപ്പിച്ചത്? അപ്പം വളരെ ഭയങ്കര ഒരു മിറക്കിളാണ് യേശു ചെയ്തത്. ഇതെങ്ങനെ നടക്കും? അപ്പോൾ എല്ലാ ആൾക്കാരും ഇവൻ തന്നെ വരാനുള്ള പ്രവാചകം ഉറപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് 6:15 ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവിടെ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 6-ാം അധ്യായം 15-ാം വാക്യം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പൊ നമുക്കറിയാം, യേശുവിന്റെ ശുശ്രൂഷ മൊത്തം അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രത്യേകമായ ഗൈഡൻസിനാലാണ് അത് മൊത്തം നടന്നത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റും, അതായത് എല്ലാവരും പിടിച്ച് രാജാവാക്കാൻ പോവുക. അപ്പൊ സാധാരണ ഒരു മാനുഷികമായ ഒരു തലത്തിൽ നോക്കുവാണെങ്കിൽ ഇത്രയും വലിയ ചാൻസ് ഉണ്ട്, ഇവൻ അടുത്ത ദിവസം യഹൂദന്മാരുടെ അല്ലെങ്കിൽ മൊത്തം ആ ഗണത്തിന്റെ രാജാവല്ലേ. പക്ഷേ ആ ചാൻസ് മാറ്റിയിട്ട് ക്രൂശിനെ വരിച്ചത്, ക്രൂശിന്റെ ആ ഒരു രീതിയിലോട്ട് പോയത്, ഹല്ലേലൂയ, ഈ ആത്മാവിന്റെ ഹല്ലേലൂയ ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഈ ആത്മാവിന് യഥാർത്ഥമായി ദൈവത്തിന്റെ പ്ലാനിലോട്ട് എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നടത്താൻ പറ്റും. ഏത് പ്രലോഭനത്തിലും, ഏതൊരു അവസ്ഥയിലും യഥാർത്ഥമായി നടക്കേണ്ടുന്ന വഴിയിൽ തന്നെ നടത്താൻ ശക്തമാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞതിനകത്ത് വളരെയധികം കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഫുൾ ടൈം നമ്മുടെ അടുത്ത് വേണം. ഈ പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയാം, എല്ലാ കാര്യത്തിലും നമ്മൾ ഡയറക്റ്റ് ചെയ്യാനും പറ്റും. പലപ്പോഴും പ്രലോഭനങ്ങളും അതുപോലത്തെ കാര്യങ്ങൾ അതിജീവിക്കുവാൻ വേണ്ടി ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ദാവീദിന്റെ ജീവിതം എടുത്ത് നോക്കുവാണെങ്കിൽ,
ദാവീദ് എന്നുള്ള ആ ഒരു ആട്ടിടയൻ സാധാരണഗതിയിൽ മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ ഒരു കാരണവശാലും പ്രൊഫഷണലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഗോലിയാത്തിനെ ജയിക്കാൻ പറ്റില്ല. സാധാരണ ദാവീദിന്റെ ആ ഒരു കപ്പാസിറ്റിയിൽ പറ്റില്ല. ആ കവണ കൊണ്ട് എഴുതു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് ആ കവണനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റായിരുന്നു, അല്ലെങ്കിൽ ആ പരിചയക്കാരന് തടയാതിരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, ഈ ദാവീദ് എന്നുള്ള വ്യക്തി ആ സിംഹത്തെയും കരടിയെയും ആ താടിയിൽ പിടിച്ച് അടിച്ചു കൊന്നു, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു എന്ന ആ ഒരു കാര്യവും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു സിംഹത്തെ താടി പിടിച്ചു കൊല്ലാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അവന്റെ ആടിനെ പിടിച്ചു ഒക്കെ പോയി, അത് പോയി ബാക്കിയുള്ള സേവ് ചെയ്യട്ടെ എന്നല്ലേ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മളിതൊക്കെ പ്രാക്ടിക്കലായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ദാവീദിനെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ഉദ്ദേശം, നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. ആ പദ്ധതി, ആ പ്ലാന് അതിന്റെ രീതിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തിയെടുക്കുന്നത് ഈ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആത്മാവിൽ കൂടെയാണ് ദൈവം അത് ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആ ഹല്ലേലൂയ ആത്മാവിന്റെ നിലവാരം ഓരോ ദിവസവും നമ്മൾ അധികമായി, ദൈവമേ ഇന്നലെ എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ അധിക പങ്കാത്മാവിനെ, അധികം ഹല്ലേലൂയ അധികം വിശ്വാസം, ആത്മാവിന്റെ വരങ്ങളും ഉണ്ട് ബലങ്ങളും ഉണ്ട്. നമുക്ക് അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ച്, ദൈവമേ അധികം ആത്മാവിന് എന്റെ മേൽ പകരണമേ, അധികം ശക്തി എന്റെ മേൽ പകരണമേ, അധികം ജ്ഞാനം പകരണമേ, അധികം അണ്ടർസ്റ്റാൻഡിങ്, അധികം വിവേകം പകരണമേ, അധികം വിജ്ഞാനം പകരണമേ. അങ്ങനെ ഓരോന്ന് നമുക്ക് ചോദിച്ച് അധികമായി നമ്മൾ ചോദിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യേശു കാരണം എന്താ പറഞ്ഞേ? ബെഗ് ചെയ്ത് മേടിച്ചോ. ഹല്ലേലൂയ. കാരണം അവർക്ക് ആ സ്വർഗരാജ്യം ഉള്ളത്. അവിടെയാണ് പ്രശ്നം കിടക്കണേ. അതൊരു ഓപ്ഷണൽ ആയിട്ടല്ല ദൈവം എഴുതി വെച്ചാണ്. സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെ പല കാറ്റഗറി അവിടെ നമ്മൾക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ സ്വർഗരാജ്യം ഉള്ളത് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നടക്കുന്ന, പരിശുദ്ധാത്മാവ് അധികം അക്സസബിലിറ്റി ആയിട്ട് നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് യേശു അവിടെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ദാനിയേലിന്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ദാനിയേൽ എന്നുള്ള വ്യക്തി നമുക്കറിയാം, ആ നെബൂഖദ്നേസർ 2, അതുപോലെ തന്നെ ബെൽഷസർ, അതിനുശേഷം സൈറസ് കോരശ് വന്നു, ഡാരിയസ് വന്നു. ഈ പറഞ്ഞ ബാബിലോൺ സാമ്രാജ്യം മാറിയിട്ട് മേദ്യ പേർഷ്യ സാമ്രാജ്യം. അപ്പോൾ 2 സാമ്രാജ്യം ഒരാളെ തോപ്പിച്ച് അക്സസ് ചെയ്തെടുത്താണ് കോരശ് അവിടെ കയറിയത്. ബെൽഷസറിന്റെ അതിൽ നിന്ന് അന്ന് തന്നെ കോരശ് വന്ന് റെയിൻ ചെയ്തു. അതിനുശേഷം ദാരിയസിന്റെ സമയത്തും ഈ പറഞ്ഞ മാതിരി ദാനിയേൽ തന്നെ. ഇതെങ്ങനെ സാധിക്കുന്നു? ഹല്ലേലൂയ. ഇതെങ്ങനെ അതങ്ങനെ നടക്കും? നമുക്ക് ആ വാക്യങ്ങൾ നോക്കുക. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം നമ്മൾ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്റെ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിൽ പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി തിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വേദഭാഗം
നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കേസ് അറിയാലോ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനകത്ത് മാറ്റം വന്നാൽ ഉടൻ തന്നെ അവർ ചെയ്യുന്ന പരിപാടി ഗവർണേഴ്സിനെ എടുത്തു മാറ്റും. അതായത് അവരുടെ ഫേവർ ആയിട്ടുള്ള ആൾക്കാരെ അവർ പിടിപ്പിക്കും, അവർ വെക്കുള്ളൂ. അല്ല, ഇവിടെ നോക്കിയേ, ദാനിയേലിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചേ? ഈ പറഞ്ഞ അത് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വമാണ്. ഒരു രാജാവിന്റെ ഫുൾ കാര്യം എല്ലാ സീക്രട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇത് അടുത്ത ആള് വന്നപ്പോഴും ഈ ദാനിയേലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുവാണ്. അപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ ഈ ദാനിയേൽ വിശ്വസ്തനായിരിക്കുമോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെയോ എന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇത് നടക്കുന്നത്? ഒരു സാധാരണ ഗതിയിൽ മാനുഷികമായി നോക്കിയിട്ട് ഒരു ചാൻസും ഇല്ലാത്തൊരു കേസാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ എല്ലാവരിലും ദാനിയേല് വിശിഷ്ടനായി തിളങ്ങിയതാണ്. ഇവിടെ അതിനകത്തൊരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളത്തിലെ തർജ്ജിമയിൽ ഇവിടെ എഴുതിയേക്കുന്നതാണ്, ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി തിളങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേസമയം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, then Daniel began distinguishing himself among the commissioners and satraps because he possessed an extraordinary spirit. അതായത് ദാനിയേലിന് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് നടന്നതെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ മലയാളത്തിൽ ഉത്കൃഷ്ട മാനസം എന്നുള്ള അത് ആ തർജ്ജിമയുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ദാനിയേലിന് ഉള്ളത് കൊണ്ടാണ് അവനെ കൊണ്ട് ഈ കാര്യം സാധിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കിയേ, ഹല്ലേലൂയ, ഈ പഴയ നിയമത്തിലാണെങ്കിൽ പോലും, പഴയ നിയമത്തില് നമുക്കറിയാം മോശ, ഈ പഴയ നിയമത്തിൽ പോലും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പിച്ചതൊക്കെ ആത്മാവിന്റെ സിസ്റ്റം വെച്ചിട്ടാണ്. ദൈവത്തിന്റെ അതാണ് സിസ്റ്റം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു വിശ്വാസി നമ്മൾ തിരിക്കുന്ന സിസ്റ്റം തന്നെ അതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പറഞ്ഞ ആത്മാവിനെ നമ്മൾ ചോദിച്ചു മേടിക്കുക. ഹല്ലേലൂയ. അത് ഏറ്റവും ഫസ്റ്റ് ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അവിടെ കരുണയുടെ കാര്യം എഴുതിയിട്ടുണ്ട്, സൗമ്യതയുടെ കാര്യം എഴുതിയിട്ടുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ ആ പൊസിഷനിങ് നോക്കിയേ, ഈ പറഞ്ഞ ബാക്കി എഴുതിയിരിക്കുന്ന സകലമായ കാര്യങ്ങളൊക്കെ ഈ ആത്മാവിൽ കൂടെ നടക്കുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആത്മാർത്ഥം, ഈ ആത്മാവിന്റെ എല്ലാ പങ്കും, അതായത് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പക്ഷത്തിൽ, ഈ ദൈവത്തിന്റെ മകനാക്കി ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ അവനെ മുന്നോട്ട് നയിക്കുവാൻ കേപ്പബിൾ ആക്കുന്ന, എനേബിൾ ചെയ്യുന്ന ഒരേ ഒരു സിസ്റ്റം ഈ ആത്മാവിന്റെ സിസ്റ്റമാണ്. അപ്പോ നമ്മൾ വളരെ താല്പര്യത്തോടെ, വളരെ ആവശ്യബോധത്തോടെ നമ്മൾ ഈ ആത്മാവിനെ, ദൈവമേ അധികം ആത്മാവിന്റെ വരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. ഇപ്പൊ അതായത് നമ്മൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യലേഖനം 5:22-23 ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്താ ശരിക്കും പറഞ്ഞാൽ ആത്മാവിന്റെ ബലമായിട്ട് എഴുതിയേക്കണം. അത് എന്തു മാറിയിട്ടുമാണ്? ജഡത്തിൻ്റെതായ ആ സിസ്റ്റം മാറി ആത്മാവിന്റെ ബലം അധികമായി. ആ സ്നേഹം, അഗാപ്പേ ലവ്, ആ യഥാർത്ഥമായി ദൈവം ഉദ്ദേശിക്കുന്ന, ആ ദൈവം കൊടുക്കുന്ന സമാധാനം, ദൈവം കൊടുക്കുന്ന ആ ഒരു സ്വഭാവത്തിന്റെ ആ ക്വാളിറ്റീസ്, അത് കിട്ടാൻ എന്താ മാർഗം? ആത്മാവ്. ഇനി ആത്മാവിന്റെ വരങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലോ അത് നോക്കുവാണെങ്കിൽ ആത്മാവിന്റെ വരങ്ങൾ പലതും കാണാം. ആത്മാവ് പ്രവചനം, ജ്ഞാനം, വിവേകം, അതുപോലത്തെ പല കാര്യങ്ങൾ, പ്രവചനം, ഭാഷാവരങ്ങള്, അതുപോലത്തെ പല കാര്യങ്ങൾ അവിടെ കാണാം. അതും എന്താ നടക്കുന്നത്? ആത്മാവിന്റെ ഓഫ് കോഴ്സ് അതിന്റെ ഫങ്ഷൻ ഉണ്ട്, അതിന്റെ ഓരോ രീതിയുണ്ട്. അല്ലത് പക്ഷെ ബേസിക്കലി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ക്രിസ്ത്യൻ ലൈഫിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ദൈവവും നമ്മളോട് സംവേദിക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഈ ആത്മാവ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശമാണ് സാത്താന്യ സിസ്റ്റം. കാരണം സാത്താന്റെ സ്പിരിറ്റ് ആണ്, അതിനെ നമ്മളോട് ഇടിച്ചു കയറും. ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറില്ല. അത് വളരെ ജെന്റിലായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ അലോ ചെയ്താൽ മാത്രമേ അതിനെ, അല്ലെങ്കിൽ യേശു എന്താ അവിടെ പറഞ്ഞേ, ബെഗ് ചെയ്ത് എടുത്തോണം. അതേസമയം സാത്താന്റെ സിസ്റ്റം എങ്ങനെയാ?
ഇടിച്ചു കയറും. സാത്താൻ നമ്മൾ ചോദിക്കാതെ ഒരു ചെറിയ ചാൻസ് ഉണ്ടാക്കി പുള്ളി കയറിക്കളയും. അതാണ് സാത്താന്യ സിസ്റ്റം. ദൈവമക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി അത് യേശു വളരെ ഏറ്റവും ആദ്യമായി ആ സെർമൺ ഓൺ മൗണ്ടിൽ, ആ ഗിരിപ്രഭാഷണങ്ങൾ ഏറ്റവും ആദ്യമായി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ര വെയിറ്റേജ് ഉണ്ട്, അത്ര കാര്യമുണ്ട്. കാരണം അവസാനം പറഞ്ഞേക്കുന്നതാണ് എൻ്റെ ഈ വചനങ്ങളെ. അതിനകത്ത് ഒന്നാമത് പറഞ്ഞ കാര്യമാണ് ഇന്ന് പഠിച്ചത്. ആത്മാവിനെ ചോദിച്ച് മേടിച്ചേ പറ്റൂ. ദൈവം ഇപ്പോഴുള്ള ആത്മാവിന്റെ അവസ്ഥ പറയും. ഇപ്പൊ നമ്മൾ ഒരു ആത്മീയമായി ഉയർന്നു വരണമോ, അല്ലെങ്കിൽ നമുക്ക് അധികമായി ദൈവത്തിന്റെ ഉദ്ദേശം അനുസരിച്ച് തന്നെ നടന്നു വരണമോ? വേറൊരു മാർഗമില്ല. ഈ പറഞ്ഞ അധികം ആത്മാവ് നമ്മൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വിളങ്ങുന്ന പല ദൈവ മക്കളെയും ദൈവവൃത്യന്മാരെയും പല മിഷണറീസിനെയും പല പാസ്റ്റേഴ്സിനെയും പല ദൈവത്തിൻ്റെതായ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവർ കണ്ടിട്ടില്ലേ? ഒത്തിരി വ്യത്യാസമുള്ളൂ. അവരുടെ ആത്മാവിന്റെ നിലവാരം, ആത്മാവിന്റെ അളവ് അവരിലുള്ളത് കൂടുതലാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്കത് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ അങ്ങനെ ചെയ്തുകൂടാ? ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ആത്മീയമായി വളരെ വീക്കാ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ലോകത്തിന് അനുയോജ്യമായി, ലോകത്തിന് അനുരൂപരായി, ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ, ലോകത്തിന്റെ സിസ്റ്റങ്ങളിലോട്ടും ടെംപ്റ്റായി, അല്ലെങ്കിൽ അതിനകത്ത് ടുവേഴ്സ് ആ ഒരു ലെവലിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താ അടിസ്ഥാനപരമായ വ്യത്യാസം? ആത്മാവിന്റെ നിലവാരം കുറവാ, ആത്മാവിന്റെ അളവ് കുറവാ, ആത്മാവിന്റെ അപ്പൊ അധികമാണ്. അപ്പൊ യേശു അതിനാണ് ആദ്യം തന്നെ, നിങ്ങൾ ഈ മാർഗത്തിൽ വരുന്നുണ്ടോ, ഫസ്റ്റ് നിങ്ങൾക്ക് ആത്മാവിനെ വേണം. ആത്മാവ് നിങ്ങളുടെ കൂടെ വേണം. ആത്മാവ് അത് എപ്പോഴും വേണം. ഈ ആത്മാവിനോട് എന്ത് നിങ്ങളുടെ പ്രശ്നമുണ്ടോ, എന്ത് കാര്യമുണ്ടോ, എന്ത് കൺസൾട്ട് ചെയ്യണോ, ആത്മാവിനോട് ചോദിച്ചോ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ദൈവം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി തന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആദ്യം തന്നെ ദൈവം പറയുന്നത് ഹല്ലേലൂയ. കാരണം ഇത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി ഈ ദൈവത്തിൻ്റെ ഈ വചനങ്ങളെ ഹല്ലേലൂയ കേട്ട് ചെയ്യാനുള്ളതാണ്. കാരണം നമുക്ക് എല്ലാ ക്രിസ്ത്യാനികൾക്കും, എല്ലാ ദൈവമക്കൾക്കും അത്യന്താപേക്ഷിതമായ ദൈവത്തിന്, യഥാർത്ഥമായ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ പോകണം. ഈ പറഞ്ഞ ആത്മാവിന്റെ ഹല്ലേലൂയ ഈ പ്രസൻസ് കൂടിയേ തീരൂ. അപ്പൊ യേശു തന്നെ പഠിപ്പിക്കുക, അത് നിങ്ങൾ പിതാവിനോട് ചോദിച്ചു. അത് നമ്മൾ വീണ്ടും നമുക്കറിയാം, പിതാവിനോട് നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എന്നോട് യാചിക്കുന്നവർക്ക് ഹല്ലേലൂയ ആത്മാവിനെ എത്ര അധികം നൽകും. ഒറ്റ പ്രശ്നം നമ്മൾ ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ആത്മാവില്ലാതെ പറ്റത്തില്ല. നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ മുന്നോട്ട് പോകണമോ, ദൈവമേ എനിക്ക് അധികം ആത്മാവിനെ നൽകിയേ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വേറെ രീതിയിൽ പോകും, ദൈവത്തിൻ്റെ സിസ്റ്റം വേറെ രീതിയിൽ പോകുന്നു. യഥാർത്ഥമായ ദൈവത്തിൻ്റെ രീതിയിൽ വരണമോ, ദൈവമേ അധികം ആത്മാവിനെ എന്നെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ, എന്നെ എംപവർ ചെയ്യുന്ന രീതിയിൽ, എന്നെ യഥാർത്ഥമായി അങ്ങയുടെ സ്വഭാവത്തിന് സൂട്ടബിൾ ആകുന്ന രീതിയിൽ, അങ്ങയുടെ സ്വഭാവം വഹിക്കുന്നവരാകുന്ന രീതിയിൽ, അങ്ങയോട് അനുരൂപരാകുന്ന രീതിയിൽ ഹല്ലേലൂയ അധികമായി ആത്മാവിനെ ദൈവമേ എനിക്ക് തരണമേ എന്ന് ബെഗ് ചെയ്ത് യാചിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.